ഹായ് ഫ്രണ്ട്സ്, ഇത് ഇംഗ്ലീഷ് ഹോളി എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഇത് ഒരു തണുപ്പ് രാജ്യങ്ങളിലൊക്കെ ഉള്ളൊരു പ്ലാന്റാണ്. നമ്മുടെ നാട്ടിലും വളരെ അത്യാവശ്യം കുഴപ്പമില്ലാതെ, ഇതിൽ ബെറീസൊക്കെ ഉണ്ടാവാൻ ടൈം എടുക്കുന്നുണ്ടെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാതെ ഗ്രോത്തൊക്കെ ഉണ്ടാകുന്നൊരു പ്ലാന്റാണ്. നല്ല ഒരു ട്വിൻ ട്രങ്കായിട്ടാണ് നമ്മളിത് വളർത്തുന്നത്. ഇതിനിടയിലൊരു ചെറിയൊരു ഇതുണ്ട്, അത് നമുക്ക് തൽക്കാലം അവിടെ ഒരു വണ്ണം ബേസിലൊരു വണ്ണം വെക്കാനായിട്ട് അങ്ങനെ നിർത്താം. കുറച്ച് കഴിയുമ്പോൾ ഒഴിവാക്കാമെന്ന് വിചാരിക്കും. ഒരു സാക്രിഫൈസിങ് ബ്രാഞ്ച് പോലെ നിർത്തിയേക്കാണ് നമ്മൾ. പിന്നെ ഇത് ഒരു ക്രിസ്ത്യൻസിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ട് കാണാം. ഇതാണ് ഇതിൻ്റെ ഒരു ഗൂഗിൾ ഇമേജാണ്. ഞാനിത് ഇടാൻ കാരണം അതിൻ്റെ ബെറീസ് കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ നാട്ടിലത് ബെറീസൊക്കെ ആയി വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മുടെ ക്ലൈമറ്റിൽ അങ്ങനെ ബെറീസ് ഉണ്ടാവാറില്ല. അപ്പോൾ നമുക്കിത് വയർ ചെയ്യാം. ഇതിൽ നമ്മൾ ട്രങ്കിൻ്റെ ആ സെക്കൻഡ് ട്രങ്ക് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന വയർ ചെയ്യുന്ന ആ ഒരു ട്രങ്കിൻ്റെ തിക്നെസ് ഉണ്ടല്ലോ, ഈ തിക്നെസ്സിലായാൽ പോലും നല്ല ടെമ്പറാണ്, വളർന്നാൽ ഒടിയുള്ളൂ. നമുക്ക് വയറിങ് ചെയ്ത് ഷേപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഈ ചെറിയ ബ്രാഞ്ചസ് മാത്രമാണ് നമുക്ക് വയർ ചെയ്യാൻ പറ്റുക. അപ്പോൾ ക്രിസ്ത്യൻസിൻ്റെയൊക്കെ വിശ്വാസപ്രകാരം ഈ ഒരു പ്ലാന്റ് വളർത്തിക്കഴിഞ്ഞാൽ അതിൽ ബെറീസൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല ഐശ്വര്യം വരും എന്നൊക്കെയായിട്ടുള്ളൊരു വിശ്വാസമുണ്ട്. പ്രത്യേകിച്ച് ഈ യൂറോപ്പ് സൈഡിലുള്ള ആൾക്കാർക്ക്. ഇതിൽ ഈ ജീസസ് ക്രൈസ്റ്റിൻ്റെ മുൾക്കിരീടം ഉണ്ടാക്കാൻ യൂസ് ചെയ്ത പ്ലാന്റ് ഇതാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇതിൻ്റെ ആ ലീഫിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല മുള്ളാണ്, അതിൻ്റെ എല്ലാ എഡ്ജിലും മുള്ളാണ്. അത് കൊണ്ടുകഴിഞ്ഞാൽ നല്ല പെയിൻഫുള്ളാണ്, മുറിയാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. ഇത് നമ്മൾ നേരത്തെ ഒരു ഗൂഗിൾ ഇമേജ് കണ്ടിരുന്നില്ലേ, ഒരു റെഡ് ഒരു ബെറീസൊക്കെ വന്നിരിക്കുന്നത്. അത് ആൾക്കാരുടെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജീസസ് ക്രൈസ്റ്റിൻ്റെ ബ്ലഡാണ് ആ ഒരു ബെറി പോലെ വരുന്നത് എന്നുള്ളൊരു വിശ്വാസമൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയാണ് ഇത് ഒരു ഹോളി ഹോക്സ് എന്നാല് ഇംഗ്ലീഷ് ഹോളി എന്നൊക്കെയാണ് ഈ പ്ലാന്റിനെ അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്കിത് വയർ ചെയ്യാൻ പറ്റും. ഈ ഒരു കുറച്ചുകൂടെ തിക്നെസ് വന്നു കഴിഞ്ഞാൽ ഈ ബ്രാഞ്ചസ് ഒന്നും വയർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇത് വളയും, ഇത് ഒഴിവാക്കാം. അത് നേരെ മുകളിലോട്ടാണ് വന്നേക്കുന്നത്. തൊട്ട് താഴെ ഒരു ബ്രാഞ്ച് ഉള്ളതുകൊണ്ട് അത് നമുക്കൊന്ന് വയർ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇത് ഇപ്പോൾ ഒരു വയറിങ് ചെയ്ത് ഷേപ്പ് ചെയ്തിട്ട് വണ്ണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ബ്രാഞ്ചസ് ഒന്നും നമുക്കിത് വയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ തന്നെ എല്ലാ ബ്രാഞ്ചസും വയർ ചെയ്യുന്നത്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ, തണുപ്പ് രാജ്യത്തുള്ളൊരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഒരു സ്ലോ ഗ്രോത്താണ് ഇതിന്. കുറച്ച് ടൈം എടുക്കും. ഇതിപ്പോൾ ഒരു 2 years ഇപ്പോൾ സെക്കൻഡ് ട്രങ്ക് വന്നില്ല, അത് പെട്ടെന്ന് വളർന്നു. ആദ്യം ഇതിന് ശരിക്കും ഒരു സിംഗിൾ ട്രങ്ക് തന്നെയായിരുന്നു. അപ്പോൾ അടിയിൽ നിന്ന് ഇങ്ങനെ മുളച്ച് വന്നപ്പോൾ ഞാൻ തൽക്കാലം ഒരു അടിയിലത്തെ ആ ബേസിന് കുറച്ച് വണ്ണം വെക്കുള്ളൂ എന്ന് വിചാരിച്ചു ആ ഒരു ഫാസ്റ്റ് ഗ്രോയിങ് കണ്ട് അങ്ങനെ വളരാൻ വിട്ടതാണ്. അതുകൊണ്ടാണ് ആ ഒരു സെക്കൻഡ് ട്രങ്ക് നല്ല ഹൈറ്റിൽ വന്നത്. എന്നാൽ അതിൽ വണ്ണം ഇനി വെക്കാനുണ്ട്. വണ്ണം ഈ ഒരു ഗ്രോത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ടോപ്പ് കട്ട് ചെയ്തിരുന്നു. ടോപ്പ് കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു ഗ്രോത്ത് സ്ലോ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് പതുക്കെ ഒരു സ്ലോ ഗ്രോത്ത് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ വേരിൽ നിന്ന് തന്നെയാണ് തൈകളൊക്കെ ഉണ്ടാകുന്നത്. നമുക്ക് ഇപ്പോൾ തന്നെ അതിൻ്റെ പോട്ടിൽ കാണാൻ പറ്റും, ബാക്ക് സൈഡിൽ കുറച്ച് തൈകളൊക്കെ നിൽക്കുന്നുണ്ട്. അത് കുറച്ച് കഴിഞ്ഞ് നമുക്ക് മാറ്റി ഇതാക്കണം. അടുത്ത ഒരു റിപ്പോർട്ടിങ് ടൈമിൽ ഇതാക്കണം. ഈ ബ്രാഞ്ചസൊക്കെ നല്ല ഫ്ലെക്സിബിളാണ്. ഇപ്പോൾ കുറച്ച് ടെമ്പർ ആവുന്നത് വരെ ഒരു കുഴപ്പമുണ്ടാവില്ല. നമുക്ക് ഈസിയായിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും വയർ ചെയ്ത് വയ്ക്കാം. ടെമ്പറായി കഴിഞ്ഞാൽ കുറച്ച് വണ്ണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് വളയ്ക്കുമ്പോൾ ഓടിയുള്ളൂ. ഇംഗ്ലീഷ് ഹോളിയുടെ തൈകളൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ, സെയിലിനുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ വാട്സപ്പ് ചെയ്താൽ മതി. കോൾ ചെയ്യരുത് കേട്ടോ, കോൾ ചെയ്താൽ കിട്ടാൻ ചാൻസ് കുറവാണ്. വാട്സപ്പ് ചെയ്താൽ മതി. അപ്പം തൈകളൊക്കെ ആവശ്യമുള്ളവർ ജസ്റ്റ് വാട്സപ്പ് ചെയ്താൽ മതി. ഞാനപ്പോൾ അതിലോട്ട് പ്ലാന്റ്സിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു തരാം. അധികം ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിൽ അത്യാവശ്യം റെയറായിട്ടുള്ളൊരു പ്ലാന്റാണ്. അങ്ങനെ അധികം ആളുകളുടെ ഒന്നും ഈ ബോൺസായി ചെയ്യുന്ന ആൾക്കാരുടെ അത്യാവശ്യം ഉണ്ട്, എങ്കിലും അങ്ങനെ ലോക്കൽ നഴ്സറിയിലൊന്നും അങ്ങനെ അവൈലബിൾ അല്ല അത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ തൽക്കാലം നമ്മുടെ വയറിങ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ അപ്ഡേഷൻസൊക്കെ നമുക്ക് ചെയ്യാം. തൽക്കാലം നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ കണ്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.
താങ്ക് യു വെരി മച്ച്.